അപ്പോൾ ഗൈസ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. എൻ്റെ വീഡിയോ ആണെന്ന സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തതാണ്, ബ്രോ ട്രിക്സിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാമോ? അതുകൊണ്ട് ഇന്ന് ട്രിക്സിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ആണ്. അതിനു മുമ്പ് തന്നെ ആ കമൻറ്റ് ചെയ്ത സബ്സ്ക്രൈബറിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ബ്രോയാണ് കമൻറ്റ് ചെയ്തത് ട്രിക്സിൻ്റെ വീഡിയോ ചെയ്യാനായി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിക്കിലേക്ക് പോവാം. ആദ്യത്തെ ട്രിക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ RGB എന്നടിക്കണം. RGB എന്നടിച്ചതിന് ശേഷം നമ്മുടെ RPG ഗണ്ണെടുക്കുക. ആ ഗണ്ണ് എടുത്തതിന് ശേഷം ഫയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗണ്ണ് ലോഡ് ചെയ്യാതെ തന്നെ ഫയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മൾക്ക് ഇനി രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോവാം. രണ്ടാമത്തെ ട്രിക്ക് മിക്ക ആൾക്കാർക്കും അറിയാത്തതാണ്. നമ്മുടെ ക്യാരക്ടർ ഇരിക്കണ ഹൗസിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഹൗസ് കളർ RGB എന്നടിക്കണം. RGB കളർ എന്ന് വെച്ചാൽ പല പല കളറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൗസ് കളർ, റെഡ്, അങ്ങനെ ബ്ലാക്ക്, ബ്ലൂ അങ്ങനെ അടിച്ചാൽ നിങ്ങൾക്ക് ആ കളർ കിട്ടുന്നതായിരിക്കും. ഞാൻ ഇവിടെ RGB ആണ് തിരഞ്ഞെടുത്തത്. ടൈപ്പ് ചെയ്യും പോലെ തന്നെ ഹൗസ് എന്നും കൂടി അടിക്കുക. ഈ RG-Stool ട്രിക്ക് നമ്മുടെ ഗെയിമിൽ മുമ്പേ ഉള്ളതാണ്. ഈ ട്രിക്കൊന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന 80% ആൾക്കാരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെയാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ പോയി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ അടിയിലോട്ട് പോകുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഓൾ ഓപ്ഷനിൽ സെറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നമ്മളാ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ RGB കളറ് മിന്നണത്. നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള കളറ് നമ്മളെ വീടിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് പോകാം. അടുത്ത ട്രിക്ക് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ സോംബി ക്യാരക്ടറിനെ എടുക്കാമെന്നാണ്. അതിനുവേണ്ടി നമ്മൾ PM12 അടിക്കുക. അതിനുശേഷം നമ്മൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു തൊപ്പിക്കാരൻ സോംബിനെ. നമ്മുടെ തൊപ്പിക്കാരൻ സോംബിയുടെ തലയിൽ മുടി വരെ നമുക്ക് വെക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ സോംബിക്ക് കണ്ണാടി അങ്ങനെ കുറേ വെക്കാൻ പറ്റും. പിന്നെ മുടിയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് അനിമൽ മാസ്ക് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ഈ ന്യൂ അപ്ഡേറ്റിൽ വന്നില്ലേ, ആ അനിമൽ മാസ്ക്, അങ്ങനെ ബാഗ്, അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഗേൾ ക്യാരക്ടറിനെ സ്പോൺ ചെയ്യണമെങ്കിൽ നമുക്ക് PM13 അടിക്കണം. എന്നിട്ട് നമ്മൾ ആദ്യമേ സോംബിനെ ചെയ്തില്ലേ, അത് കണക്ക് നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് അടിക്കണം. റീസ്റ്റാർട്ട് അടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഗേൾ ആവുന്നത്. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് പ്രോപ്സ് സ്പോൺ ചെയ്യണമെങ്കിൽ അത് കുറേ ഉണ്ട്. ഈ RG-Stool കുറേ ഫീച്ചർ ഉണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു 30 മിനിറ്റ് വരെയൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഞാൻ ഒരു പ്രോപ്സ് സ്പോൺ ചെയ്ത് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ P13 അടിക്കണം. M അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു ചെടിയല്ല പില്ല് പോലത്തെ ഒരു സാധനം നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഗൈസ് നമ്മൾക്ക് ബോയ് ക്യാരക്ടറിനെ സ്പോൺ ചെയ്യണമെങ്കിൽ PM14 എന്നടിക്കണം. എന്നിട്ട് നമ്മുടെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബോയ് ക്യാരക്ടർ ആവുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ ക്യാരക്ടേഴ്സിനെ എങ്ങനെ മാറ്റണമെന്നറിയാമോ? മാറ്റണമെങ്കിൽ നമ്മൾ ഫോൺ എടുത്തിട്ട് PM0 അടിക്കണം. അപ്പോൾ നമ്മൾ പ്ലെയർ 0 ആവും. അപ്പോൾ ഗൈസ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാരക്ടർ ഫാങ്ക്ലിൻ ആവുന്നതായിരിക്കും, നമ്മുടെ ഓൾഡ് ക്യാരക്ടർ. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഈ ട്രിക്സും ഇതേപോലത്തെ കുറേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി 4K അടിക്കാൻ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ഇടുന്ന എനിക്ക് വേണ്ടി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത RG-Stool ട്രിക്കിലേക്ക് പോവാം. ഈ ട്രിക്ക് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. നമ്മുടെ ഫോൺ എടുത്തതിന് ശേഷം നമ്മുടെ RG-Stool ST1 എന്നടിക്കുമ്പോൾ നമ്മളെ ഗെയിമിലേക്ക് ബിരിയാണി കടയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇതേപോലെ തന്നെ നമ്മളെ ഗെയിമിൽ RG-Stool എടുത്തിട്ട് ST2 എന്നടിക്കുമ്പോൾ നമ്മളെ ഗെയിമിലേക്ക് പാനിപൂരി കടയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ST3 അടിക്കുമ്പോൾ ഐസ്ക്രീം കടയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളെ ഗെയിമിലേക്ക് ST4 വരെ ഉള്ളൂ. ST4 എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ചായക്കടയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ചായക്കടയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പോൺ ചെയ്ത് കാണിച്ചു തരാം. ST4 എന്ന് അടിച്ചാൽ മാത്രം മതി, നമ്മുടെ ഗെയിമിലേക്ക് ചായക്കടയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ചായക്കടയും കാര്യങ്ങളൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോണ 80% ആൾക്കാർക്കും അറിയാത്തൊരു കിടിലൻ ട്രിക്കാണ്. ഇപ്പോഴൊന്നും പറഞ്ഞതല്ല, ഒരു അടിപൊളി ട്രിക്ക് എന്ന് വെച്ചാൽ സൂപ്പർ കിടിലൻ ട്രിക്കാണ്. ഞാൻ 2 എണ്ണം പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും കിടിലൻ ട്രിക്ക് ഇതായിരിക്കും.
ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം സൂപ്പർമാൻ ആവണം. സൂപ്പർമാൻ്റെ ചീറ്റ് കോഡ് എന്ന് വെച്ചാൽ PM11 ആണ്. നമ്മൾ RGS ടൂളിൽ പോയി ഇത് അടിക്കണം. എന്നിട്ട് നമ്മൾ ഗെയിം റീസ്റ്റാർട്ട് അടിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ സൂപ്പർമാൻ ആവുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഓടിച്ചാടിപ്പോയി നമ്മൾ ഒരു ബസ് സ്പോൺ ചെയ്യണം. നമ്മുടെ ഗെയിമിലേക്ക് ഒരു ബസ് ഉണ്ടല്ലോ ഓൾറെഡി. അറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ചീറ്റ് കോഡ് കാണിച്ചാൽ ബസ് എന്തായാലും വേണം ഈ ട്രിക്കിന് വേണ്ടി. 5599 നമ്മുടെ ബസ്സിൻ്റെ ചീറ്റ് കോഡ്. ബസ്സും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തതിന് ശേഷം നമ്മൾ ബസ്സിൽ കയറണ ഓപ്ഷൻ്റെ അവിടെ നമ്മൾ കറക്റ്റായിട്ട് കയറി നിന്നോണം. പിന്നെ നമുക്ക് ചാടണം. അതിന് നമ്മൾ സ്കൈഫാളിൻ്റെ ചീറ്റ് കോഡ് അടിക്കണം. 1120 അപ്പോൾ നമ്മൾ ആകാശത്തു നിന്ന് വന്ന് ഇവിടെ നിൽക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഡ്രോൺ മോഡ് ഓൺ ആക്കണം. ഡ്രോൺ മോഡ് ഓൺ ആക്കണമെങ്കിൽ DON എന്ന് മാത്രം അടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഡ്രോൺ മോഡും കാര്യങ്ങളൊക്കെ ഓൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഡ്രോൺ മോഡൊക്കെ ഓൺ ആയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യണമെങ്കിൽ നമ്മുടെ സൈഡിൽ മണ്ടേ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് ആവുന്നതായിരിക്കും ഡ്രോൺ മോഡ്. പിന്നെ നമുക്ക് RGS ടൂൾ എടുത്തിട്ട് ഡാൻസ് കളിക്കാൻ ഇതിടണം. PDM എന്ന് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ക്യാരക്ടർ തറയിൽ പോകുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ക്യാരക്ടർ ഡാൻസ് കളിക്കേണ്ടതാണ്. അത് പക്ഷേ നോർമൽ ക്യാരക്ടർ ആയിരിക്കുമ്പോഴാണ് റോട്ടി എന്ന് ഡാൻസ് കളിക്കുന്നത്. ഇത് ഞാൻ കാണിച്ചു തരാം. ഈ മാജിക് ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെന്നിപ്പോവും. ഞാൻ കാണിച്ചു തരാം. അയ്യോ ഇവിടെ സ്റ്റക്കായി പോയല്ലേ ഗായ്സ്. ഇത് മാറ്റാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്കെന്തായാലും നോക്കി നോക്കാം. നമ്മുടെ ക്യാരക്ടർ ഡാൻസും കളിച്ചോണ്ട് തെന്നണം കേട്ടോ. തെന്നി പോവും. എന്തായാലും ഞാൻ മാക്സിമം നോക്കട്ടെ ഇത് ക്യാരക്ടർ നേരെ ആവുന്നു. ഗായ്സ് നമ്മൾ ക്യാരക്ടർ ശരിയായിട്ടുണ്ട്. വീണ്ടും ഇവിടെയൊക്കെ ചെന്നിരിക്കണം. എന്തായാലും ഒരു നല്ല സ്ഥലം എടുത്തപ്പോൾ ഞാൻ കാണിച്ചു തരാം. കിഡിലായിട്ട് നമ്മൾ ക്യാരക്ടർ അങ്ങ് ഒരു ഐസിൽ മറ്റേ ഇങ്ങനെ തെന്നി പോകില്ലെന്നല്ലേ. എന്തിനാ അതിന് പറയണം, ആ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. അവിടെ തെന്നി പോകണം കേട്ടോ. ഡാൻസൊക്കെ കളിച്ചോണ്ട് നല്ല കിഡിലായിട്ട് തെന്നി പോകണം. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ കിഡിലും ട്രിക്കും കാര്യങ്ങളൊക്കെ. ഇനി ഗൈസ് ഇത് മാറ്റണമെങ്കിൽ ഡ്രോൺ ഓപ്ഷനിൽ മാറ്റാൻ നമ്മൾ ക്ലിക്ക് ചെയ്ത ഓപ്ഷനിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PM0 അടിക്കുമ്പോൾ നമ്മൾ ക്യാരക്ടർ നേരത്തെ ഇരുന്ന് നമ്മൾ ഓൾഡ് ക്യാരക്ടർ ആവുന്നതായിരിക്കും. അടുത്ത ട്രിക്ക് എന്ന് വെച്ചാൽ ഒരു കിഡിലോ സ്കീ ട്രിക്കാണ്. എന്ന് വെച്ചാൽ ഒരു മൾട്ടിപ്ലെയർ ആണ്. അതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു ഓൾഡ് ബൈക്ക് സ്പോൺ ചെയ്യണം. 1210 അടിച്ച് ഒരു ബൈക്ക് സ്പോൺ ചെയ്യണം. ആ ബൈക്ക് സ്പോൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോൺ എടുത്തിട്ട് ഇൻഫിനിറ്റി ഹെൽത്തും കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യണം. 9129 അതിനുശേഷം നമ്മുടെ RGS ടൂളിൽ കയറി മോഡ് ഓൺ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കണം. കറക്റ്റായിട്ട് മോഡ് ഓൺ എന്ന് കൊടുക്കണം. അപ്പം നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ സൈഡിൽ മണ്ടയിൽ മൂവ് കോപ്പി ഡിലീറ്റ് അങ്ങനെ കിടക്കണല്ലേ. നമ്മൾ റൊട്ടേറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മളെ ബൈക്ക് കുറച്ചൊന്ന് മൂവ് ചെയ്യണം. ഇങ്ങനെ അനക്കണം. ആ സ്ക്രീനിൽ ബൈക്കിൻ്റെ അവിടെ ടച്ച് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അനക്കിയാൽ മതി. ഇനി നമുക്ക് നല്ല സ്പീഡിൽ ഫ്രണ്ടിലോട്ട് പോകണം. നമ്മളെ ബൈക്കൊക്കെ ഇങ്ങനെ ഹാങ് ആവും, ഇങ്ങനൊക്കെ നല്ല സ്പീഡിന് പോയിട്ട് നമ്മൾ കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അവിടുത്തെ കോപ്പി ബട്ടണിൽ നമ്മൾ ഒറ്റ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ 2 ക്യാരക്ടർ, ഇതൊരു കിടിലൻ ട്രിക്ക് തന്നെ. നമ്മൾ 2 ക്യാരക്ടറായി നമ്മുടെ ക്യാരക്ടർ എന്ത് ചെയ്യണോ അതേ കണക്ക് മറ്റേ ക്യാരക്ടറും ചെയ്യും. ബാക്കിലോട്ട് കിടക്കുമ്പോൾ മറ്റേ ക്യാരക്ടറും ബാക്കിലോട്ട് കിടക്കും. ഈ ഗെയിമിലുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ ഇതാണ്. മൾട്ടിപ്ലെയർ പോലെ നമ്മൾ 2 ക്യാരക്ടർ ഞാൻ ഗണ്ണെടുത്താൽ മറ്റേ ക്യാരക്ടറും ഗണ്ണെടുത്ത് ഫയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇത് ഇൻഫിനിറ്റി ഹെൽത്ത് ഓഫ് ആക്കിയാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് ചാവാൻ പറ്റുന്നതായിരിക്കും. ഞാൻ നമ്മുടെ ക്യാരക്ടറിൻ്റെ സേഫിന് വേണ്ടി ട്രിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വല്ലതും വീണ് ചത്തുകൊണ്ടാന്ന് പറഞ്ഞാണ് ഞാൻ ഇൻഫിനിറ്റി ഹെൽത്ത് സ്പോൺ ചെയ്തത്. നമ്മളെ മൾട്ടിപ്ലെയർ ക്യാരക്ടറിനെ വേണമെങ്കിൽ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇൻഫിനിറ്റി ഹെൽത്ത് ഓൺ ആക്കിയില്ലേ, അതുകൊണ്ട് എനിക്കൊന്നും പറ്റൂല, മറ്റേ ക്യാരക്ടറിനും ഒന്നും പറ്റൂല. ഇപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്താലും നമ്മളെ ക്യാരക്ടർ അതേ കോപ്പി തന്നെ ചെയ്യും. നമ്മൾ കോപ്പി ബട്ടണിലല്ലേ ക്ലിക്ക് ചെയ്താ. അപ്പം നമ്മൾ കണ്ട ഫോൺ എടുക്കുമ്പോൾ അവനും ഫോൺ എടുക്കണം കണ്ട. പക്ഷെ നമ്മൾ സ്പോൺ ചെയ്യണ സാധനം അവനും സ്പോൺ ചെയ്യില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഫോൺ എടുക്കുമ്പോൾ അതെടുക്കും. പിന്നെ എല്ലാവരും ഇന്നത്തെ ട്രിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ ഗൈസ് ഇത് ഒരു ആദ്യത്തെ പാർട്ടാണ്. ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ വെച്ച് ഇതിനെക്കുറിച്ച് ഇടുന്നതായിരിക്കും. ഞാൻ കുറേ കാലം കൊണ്ട് പ്ലാൻ ചെയ്ത് തന്നെയായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞപ്പോൾ എനിക്ക് മോട്ടിവേഷനായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.